സ്തോത്ര ഹാലയില് നമുക്ക് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന് 4 തുടങ്ങിയിട്ട് 6 വരെയുള്ള വാക്യം 4, 5, 6 വാക്യങ്ങൾ. ഏതായിരുന്നു? ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 4 to 6. First John chapter 4 verse 6. 4 to 6. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിലുള്ളവരാകുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ ചാപ്റ്റർ 4 to 6. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിനല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഹല്ലേലൂയ യോഹന്നാൻ പറയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കും. ഇതാരെ ജയിച്ചിരിക്കുന്ന വെച്ചാൽ ലോകത്തെ അല്ലെങ്കിൽ പിശാചിനെ ജയിച്ചുമിരിക്കുന്നു. ഹാലയില്. അപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് ആയതുകൊണ്ട് നമ്മൾ പിശാചിനെ ജയിച്ച അപ്പൊ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനല്ലോ. ഹാലയില്. നമ്മൾ എപ്പോഴും പറയും നമ്മളുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനല്ലോ. പക്ഷേ യഥാർത്ഥമായിട്ടും ഹാലേ നമ്മൾ ഈ ഒരു വെളിപ്പാടിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് ഹാലയില് ഒന്നും കൂടെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. കാരണം നമ്മൾ പറയുകയും ചെയ്യും, പക്ഷെ ലോകത്തിൽ നിന്നുള്ള ചിലതൊക്കെ നമ്മുടെ നേരെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ മാറി ഇരിക്കുന്നവരാണോ കാരണം നമ്മളിവിടെ ഞാൻ പറയാം എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞേക്കുന്ന വാഴ്ചകളാട്ടെ അധികാരങ്ങളാട്ടെ കർത്തൃത്വങ്ങളാട്ടെ വരുവാനുള്ളത് ഈ ലോകത്തുള്ള വരുവാനുള്ളത് സകലതും അവൻ മുഖാന്തരം അവനായി സൃഷ്ടിക്കപ്പെട്ട് സകലതും അവൻ കാൽക്കീഴിലാക്കി അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ഇതെല്ലാം നമുക്കറിയാം. ഹല്ലേലൂയ. എന്നിട്ടും നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോകുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ നേരെ വരുന്ന ചില കാര്യങ്ങൾ വരുമ്പോഴത്തേനും അവിടെയൊക്കെ നമ്മൾ ഒതുക്കി മാറി ഇരിക്കാറുണ്ട്. കാരണം ഇവിടെ പറയുന്ന പക്ഷെ നമ്മൾ ദൈവത്തിലുള്ളവരാണെങ്കിൽ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയിക്കും അതല്ല ജയിച്ചിരിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞേക്കുന്ന നിങ്ങൾ ദൈവത്തിലുള്ളവരാകുന്ന അവരെ ജയിച്ചിരിക്കുന്നു. ജയിക്കുമെന്നല്ല പറഞ്ഞേക്കുന്നത്. കാരണം ഓൾറെഡി നമുക്ക് ജയം ദൈവം കർത്താവ് യേശുക്രിസ്തു കാൽവരി കുരിശിൽ നമുക്ക് ജയം നേടി തന്നിട്ടുണ്ട്. സാത്താന്റെ തലയെ തകർത്ത് ഹല്ലേലൂയ ആമേൻ ജയം നൽകിയ നമ്മൾ ജയാളികളായ ക്രിസ്തുവിന്റെ മക്കളാണെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നതാ ഈ ലോകത്താണ്. ഇവിടെ പറയുന്നത് ആമേ നിങ്ങളുള്ളവൻ ലോകത്തുള്ളവരെക്കാൾ വലിയവൻ വെച്ചാൽ നമ്മൾ അല്ല വലിയവര്. നമ്മൾ ഉള്ളവൻ. അപ്പൊ ക്രിസ്തു നമ്മളുടെ ആത്മാവായിട്ടിരിക്കുകയാണ്. ദൈവം സർവശക്തനായ ദൈവം നമ്മളിരിക്കുമ്പം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഒരു ഒന്നിനെയും നോക്കി കാണരുത്. ക്രിസ്തുവിന്റെ കണ്ണിലൂടെ കണ്ടാൽ മതി. കർത്താവ് യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് ഏത് ഭൂതം വന്നു നിന്നാലും ഏത് പിശാച് വന്നു നിന്നാലും കർത്താവ് യേശുക്രിസ്തു ഭയപ്പെടുമോ? ഇല്ല. കാരണം കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മളിരിക്കുന്നത്. മഹത്വത്തെ പ്രത്യേകിച്ച് ക്രിസ്തു നമ്മളിരിക്കുമ്പം നമ്മളൊരു കാര്യത്തെ കാണുമ്പം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം വന്ന് വലിയൊരു പ്രതികൂലം വന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ നമ്മൾ ഭയപ്പെട്ടു. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നമ്മൾ ഭയപ്പെട്ടു. പക്ഷെ നമ്മൾ ഇരിക്കുന്നവൻ ലോകത്തുള്ളവരെക്കാൾ വലിയവൻ നമ്മളിരിക്കുമ്പം ആ ഇരിക്കുന്നവന്റെ കണ്ണുകൊണ്ട് നമ്മളത് കണ്ടാൽ മതി. ഇരിക്കുന്നവന്റെ ബുദ്ധി കൊണ്ട് നമ്മളത് ഹല്ലേലൂയ ആമേൻ നോക്കിയാൽ മതി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഏത് വിഷയം വന്നാലും ഏത് രോഗമാകട്ടെ ഭാരമാകട്ടെ എന്താകട്ടെ അത് നമ്മളെ ഹല്ലേലൂയ ആമേൻ ഭയപ്പെടുത്തത്തില്ല. കാരണം നമ്മുടെ ഹല്ലേലൂയ കണ്ണുകൊണ്ടല്ല നമ്മുടെ ബുദ്ധി കൊണ്ടല്ല നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ ഇരിക്കുന്നവനെ കൊണ്ട് കൈകാര്യം ചെയ്യണം. ഏത് വിഷയം വന്നാലും ഈ ലോകത്തിലെ ഏത് വിഷയത്തെക്കാട്ടി വലിയവനാണ് കർത്താവ് യേശുക്രിസ്തു. എന്നുവെച്ചാൽ സകലത്തിനെ സൃഷ്ടിച്ചവൻ സകലത്തിന്റെ ഉടയവൻ. ഹല്ലേലൂയ. സർവ്വവ്യാപിയെ സർവശക്തനായ ഞാൻ ആൽഫയാകുന്നു ഞാൻ ഒമേഗയാണ് ആരംഭത്തിന് അവസാനത്തെ അറിയുന്ന ദൈവം എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മൾ കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട് യേശുവിന് വേണ്ടി ആരും ജീവിക്കാൻ നടക്കണ്ട. യേശു നമ്മൾ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. കർത്താവ് യേശുക്രിസ്തു നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ
ആമേ ഹാലയില് ഞാൻ ഇന്നലെ രാത്രി മെസ്സേജ് കേട്ട് കിടന്നുറങ്ങി ഹാല അതിനകത്ത് പറയുന്നത് ആമേ നമ്മൾ എപ്പോഴും പറയുന്നൊരു വചനമാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹാലേലിയ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്ക് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ള ആരാധനയാണെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പം ചത്ത ശരീരത്തെ സമർപ്പിക്കാനല്ല പറഞ്ഞേക്കുന്നത്, അല്ല ജീവനുള്ള ശരീരത്തെ തന്നെ സമർപ്പിക്കും. നമ്മുടെ ശരീരങ്ങൾ നമ്മൾ സാധാരണ യാഗം കൊടുക്കുന്ന സമയത്ത് ഒരു യാഗവസ്തുവിനെ തലയറുത്ത് ഹാലില് കഴുത്തറുത്ത് അതിനെ തൊലി ഉരിച്ച് ഹാലില് അതിനെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ ഖണ്ഡമായി ഇട്ട് തീര ആ യാഗപീഠത്തിന്മേൽ വെച്ചു ഹാലില് ആ യാഗപീഠത്തിൽ തീ ഇറങ്ങി ആ യാഗവസ്തുവിനെ ദഹിപ്പിച്ച് കളയുമ്പോഴാണ് യാഗം പൂർത്തിയാകും. അതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന്റെ ചോര എടുത്ത് കൊണ്ടുപോയി തളിക്കുന്നത്, അങ്ങനെ പല രീതിയിലുണ്ട് ഹാലരി. അപ്പം അവിടെ അത് ദഹിച്ച് ഇല്ലാതായി മാറിയപ്പോഴാണ് യാഗം. പക്ഷെ നമ്മളെ അങ്ങനെയല്ല, നമ്മൾ ഈ ജീവനോട് കൂടെ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ എന്ത് ചെയ്യണം? ജീവനും വിശുദ്ധിക്കും. ഹാലേലിയ. അപ്പൊ ആ ദൈവത്തിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കേണ്ടതിനാണ് നമ്മൾ വിശുദ്ധരാകേണ്ടത്. പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. അത്രത്തോളം നമ്മളുടെ ജീവിതത്തെ വിശദീകരിക്കുന്നുവോ അത്രത്തോളം ദൈവശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരും. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് അത്യന്ത ശക്തി എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിശുദ്ധി ഇല്ലാത്തിടത്ത് ഇരിക്കാൻ ഈ ദൈവത്തിന് പറ്റത്തില്ല. കാരണം ഈ ദൈവം വിശുദ്ധനാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മൾ ലോകത്തുള്ളതിനേക്കാൾ വലിയ നമ്മളിരിക്കുമ്പോൾ നമ്മളിലൂടെ കർത്താവ് യേശു ക്രിസ്തു ജീവിക്കാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കണം. യേശുവിന്റെ കണ്ണിലൂടെ യേശുവിന്റെ ബുദ്ധിയിലൂടെ ഇതിന് മുമ്പിലത്തെ ഒരു വചനം വായിക്കുന്ന 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്ന ഈ പാട്ട് പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ ദൈവപുത്രൻ എന്തിനു വേണ്ടി പ്രത്യക്ഷനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. അവന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാ? അവൻ അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വരുന്നു. ഹാലേലിയ. അതുപോലെ അവൻ ഫോഷ്കിന്റെ അപ്പുറമാണ്. ഹാലേലിയ. സകല നുണയും സകലത്തെ കപടതയും സകല ദുർമാർഗങ്ങളും എല്ലാം സകല അവനിലിരിക്കുമ്പോൾ ഹാലേലിയ അവൻ ചെയ്തു കൊണ്ടുവന്ന പ്രവൃത്തികളെ അഴിപ്പാനായിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ നമ്മളെ ദൈവം ഓരോരുത്തരത്ത് ആക്കിയ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ട്, അവനെ കൂട്ടാളികളാകാനായിട്ടല്ല. ഹാലേലൂയ. ഇരുട്ടിന്റെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞ് ഇരുട്ടിന്റെ പ്രവൃത്തികളാണ് നമുക്ക് ഹാലേലൂയ ആമേൻ നമ്മുടെ വായ തുറന്ന് പറയാനായിട്ടുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. യോനാ പ്രവാചകൻ ഇന്നലെ നമ്മൾ കേട്ട പോലെ യോനായി എന്തിനാ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട്? അവരുടെ ദുർമാർഗങ്ങൾ കണ്ടിട്ട് ദൈവത്തിന് ആമേ അതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നത് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. ഇന്ന് പലർക്കും നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ എടുത്ത് പ്രവാചകൻ പലരുടെയും മുഖത്ത് നോക്കല്ല, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് നോക്കുക, പ്രവാചകന്മാർ പോയിട്ട് പലരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ വരാൻ പോവുക, നിങ്ങൾ ഇതൊക്കെ വിട്ട് ക്രമപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഇത് പറയാനായിട്ട് ദൈവം പ്രവാചകന്മാരെ അയച്ചത്. കാരണം പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷം. പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ തന്നെയാണ് നമ്മളെ ഇന്ന് ആക്കി വെച്ചിരുന്നത്. ഇന്ന് അല്ലാതെ പിശാചി ചെയ്യുന്ന എന്ത് കാര്യങ്ങളും അവൻ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് ദൈവസഭകൾക്കുള്ളിൽ എത്രയോ ഇരിക്കുന്നവര് പിശാചി ബാധിച്ചവരിയ്ക്കുന്നുണ്ടെന്നറിയാവോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധ ആത്മാഭിഷേകം പ്രാപിച്ച് സഭാ ആരാധനയിൽ സ്ഥിരമായി പങ്കെടുക്കുകയും വിശുദ്ധ കർത്താവിന്റെ തിരുമേശ കൈക്കൊള്ളുകയും ചെയ്യുന്ന എത്രയോ പേരിൽ പിശാച് ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു അനുഭവം പറഞ്ഞിട്ട് നമ്മുടെ സാമ്പാസ്റ്റ് പറഞ്ഞ അനുഭവം പറഞ്ഞത്, അദ്ദേഹം ചെന്ന സഭയിൽ പിശാച് ക്ലെയിം ചെയ്ത ഞാനും ഈ സഭയുടെ അംഗമാണ്. കാരണം ഇവള് രക്ഷിക്കപ്പെടുമ്പോൾ ഞാനിവള്ളുണ്ട്, ഇവള് സ്നാനപ്പെടുമ്പോൾ ഞാനിവള്ളുണ്ട്, ഇവള് കർത്തമേശ എടുക്കുമ്പോൾ ഞാനിവള് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ സഭയുടെ അംഗമാണ്. ഹാലേലൂയ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തു പോകത്തില്ല. ഇന്ന് ഇതാണ് അവസ്ഥ. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? മാനുഷികമായ ബുദ്ധിയിൽ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ബുദ്ധി കൊണ്ട് പ്രസംഗിക്കും, ആത്മാവിലും പ്രസംഗിക്കും. ഇന്ന് പല പ്രസംഗങ്ങളും ബുദ്ധിയുടെ പ്രസംഗങ്ങളായി പോകുന്നത് കൊണ്ടാണ് എന്തുകൊണ്ട് അവിടെ ആത്മശക്തി വ്യാപരിക്കുന്നില്ല. നമ്മുടെ ഭൂതങ്ങളും വെള്ളി ശുശ്രൂഷ നമ്മുടെ ഒരു ദേവദാസുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, മിക്കവാറും പള്ളികളിൽ ചെല്ലുമ്പോൾ
ഏറ്റവും വലിയ പിശാചിരിക്കുന്ന പാസ്റ്റർമാരുടെ ഭാര്യമാരിലാണ്. പക്ഷെ അവിടെ വെച്ച് തിളകി വരുമ്പോൾ ഇളക്കാൻ പറ്റുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന സഭയിലെ വിശ്വാസികൾക്കല്ല ഇടർച്ച വരത്തില്ല. അതുകൊണ്ട് അടക്കി അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് ശുശ്രൂഷയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇറക്കി വിടുന്ന ഹാല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ വിശ്വാസികളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു തിരിച്ചറിയുന്ന ഈ ദിവസങ്ങളിൽ. ഇവിടെ പറയുന്നത് ആമേൻ, ദൈവത്തിൽ ജനിച്ചവൻ ലോകത്തെ ജയിച്ചവൻ നിങ്ങളുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവരുള്ളൂ. അവർ ലൗകികന്മാർ ആയാൽ ലൗകികമായി സംസാരിക്കുന്നു. ലോകം അവരെ വാക്കുകൾ. അവർ ലൗകികന്മാർ ആയതാൽ ലൗകികമായി സംസാരിക്കും. ലോകം അവരുടെ വാക്ക് കേൾക്കും. ഇന്ന് നിങ്ങൾ ദൈവസഭയെടുത്ത് നോക്കിക്കോ. ഇന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, 90% പ്രസംഗങ്ങളിൽ ലൗകികമായതാ സംസാരിക്കുന്നത്. അപ്പൊ അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ ദൈവമക്കളായിട്ടല്ല അവിടെ ഇരിക്കുന്നത്, ലോകമക്കളായിട്ട് അവിടെ ഇരിക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ഈ ലോകത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ, ഈ ലോകത്തെക്കുറിച്ചുള്ള ഹല്ലേലൂയ പ്രസംഗങ്ങൾ, ഹല്ലേലൂയ, നമുക്ക് എന്ത് കിട്ടും? ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ? ഇന്ന് എവിടെ ചെന്നാലും ഹല്ലേലൂയ, ആമേൻ, വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെ കുറിച്ചും നിങ്ങൾ ഹല്ലേലൂയ നീതീകരണത്തെക്കുറിച്ചും നിങ്ങൾ എങ്ങനെ ഓരോ വിശദീകരിക്കും, അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവപൈതൽ എങ്ങനെയാണ് ഹല്ലേലൂയ മുൻപോട്ട് ജീവിക്കേണ്ടതിനെ കുറിച്ചും എന്ന് കേൾക്കുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ ഇവിടേക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പ്രസംഗിക്കുന്നത്. അത് ലോകപരമായ കാര്യങ്ങളാണ് കേൾക്കുന്നത്. അവർ ലോകത്തുള്ളതിനെ കുറിച്ച് സംസാരിക്കും. ലൗകികന്മാരാണ്. ഈ ദിവസങ്ങളിൽ ലൗകികന്മാരെയും ആത്മീകന്മാരെയും തിരിച്ചറിയാൻ പഠിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരാളൊരു ഒരാളൊരു മടങ്ങി വരും, ഒരാൾക്കൊരു ഒരു രൂപാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വചനം കൊണ്ട് ഹല്ലേലൂയ നമ്മൾ ജയിച്ചു. ഹല്ലേലൂയ, ആമേൻ. അവിടെ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗം എത്ര മണിക്കൂർ നീണ്ടുപോയെന്നോ, നമ്മൾ എത്ര വചനം എടുത്ത് വായിച്ചു എന്നുള്ളതല്ല ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ഹല്ലേലൂയ അതിന്റെ കണ്ടന്റ് എന്താണോ അത് വെച്ചിട്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഒരു മാറ്റം കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെയാണ് ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ അതിനെക്കുറിച്ച് കൂടുതൽ തീഷ്ണമായിട്ട് ആലോചിക്കട്ടെ. അമ്മ ഇവിടെ പറഞ്ഞല്ലോ, എന്നിട്ട് ഞങ്ങൾ ദൈവത്തിൽ, അവിടെ എല്ലാം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ യോഹന്നാൻ ഹല്ലേലൂയ പറയും, ഞങ്ങൾ ദൈവത്തിലുള്ളവരാകും. അത് നിങ്ങളുടെ കാര്യം എനിക്കറിയാം, പക്ഷെ എന്റെ കാര്യം ഉറപ്പായിട്ട് എനിക്കറിയാം, ഞാൻ ദൈവത്തിലുള്ളവരാകുന്നത് യോഹന്നോട് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയില്ലേ ഇവിടെ പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിലുള്ളവരാകുന്നു, അവരെ ജയിച്ചിരിക്കുന്നു. നിങ്ങളുള്ള ലോകത്തുള്ളവരെക്കാൾ വലിയവനല്ലോ. അവർ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക്. എന്നിട്ട് ഞങ്ങൾ ദൈവത്തിലുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്ന പലർക്കും കേൾക്കാൻ കഴിയാത്തതിന്റെ കാര്യം, പലർക്കും അത് ഗ്രഹിക്കാൻ കഴിയാത്തതിന്റെ കാര്യം, പലരും അതിന് ഇൻട്രസ്റ്റ് കാണിക്കാത്തതിന്റെ കാര്യം അവര് ദൈവത്തിൽ നിന്നുള്ളവരല്ലാത്തത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയത്തില്ല, നമ്മുടെയൊക്കെ വീടുകളിൽ ഹല്ലേലൂയ ഇതൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് കിട്ടി, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് കിട്ടി, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് കിട്ടി, അല്ലെ? കാരണം നോക്കും. അപ്പൊ അവര് നോക്കുന്ന ലോകപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന എഫക്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു വെച്ചാൽ അവരെല്ലാവരും ദൈവത്തെ വിളിക്കുന്നതും ദൈവസന്നിധി ഇരിക്കും ദൈവത്തിന്റെ അടുക്ക് പോകുന്നതും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ആത്മീയ സഭയായ പെന്തക്കോസ്തൽ ഹാലയിൽ വിശ്വാസികളായിരിക്കുന്ന വിശ്വാസികളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഇവിടെ വന്നാല് നിങ്ങൾ വലിയത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയത് കിട്ടും. നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്ത ദൈവം അത് തരും, ഇത് തരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കും, ഇങ്ങനെ ലഭിക്കും, ഹല്ലേലൂയ, വലിയ വീട് ലഭിക്കും. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നു. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചിങ് തുടങ്ങി വെച്ച ബെന്നി ഹിൻ മാനസാന്തരപ്പെട്ട് വിളിച്ചു പറഞ്ഞാൽ കള്ളത്തരാ ചെയ്തത്. പക്ഷെ ഇന്നും അത് ഫോളോ ചെയ്ത് ചൂട് പിടിച്ച് തുടങ്ങിയേക്കുന്നവർക്കൊന്നും ബോധം വന്നിട്ടില്ല. അതിന് പിന്നാലെ ഓടുന്നവർക്ക് അതിനെക്കാട്ടി ബോധം വന്നിട്ടില്ല. അത് കേട്ട് കഴിയുമ്പം തറമൻസിസ്റ്റർ ഞാൻ വെറുതെ പറയുകയല്ല, കേട്ട് കഴിയുമ്പോൾ കഴുത്തെ കിടക്കുന്ന മാല, കൈ കിടക്കുന്ന മോതിരം, കൈ കിടക്കുന്ന വളി, ഇതൊക്കെ ഊരി കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇപ്പോഴും. ഇത് അവർക്കറിയാം നന്നായിട്ട്. കാരണം ഹല്ലേലൂയ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കിട്ടും. എന്താ അതിന്റെ പിന്നാലെ പോകുന്നതിന്റെ കാര്യം? അവർ സംസാരിക്കുന്ന ലൗകികമായത്, ഇവര് ലോകക്കാരായതും ലൗകികന്മാരായതുകൊണ്ട് അവരത് ഇഷ്ടപ്പെടുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ പിൻപറ്റിയത് എനിക്ക് എന്തൊക്കെയോ കിട്ടും,
ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാകും, അത് കിട്ടാതാകുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇങ്ങനെ പോകുന്നവര് കിട്ടാതാകുമ്പോ ഇവരാണ് ഏറ്റവും കൂടുതൽ പിന്മാറ്റത്തിൽ പോകുന്നവര്. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടിറങ്ങിയത്, കർത്താവിന്റെ മുഖം കണ്ട് ഇറങ്ങിയവരാരും എത്ര കഷ്ടത വന്നാലും കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ മുലപ്പാല് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പോയാൽ പോലും അപ്പൊ ഭക്തൻ പാടിയതുപോലെ ഇതിൽ നിന്ന് പിന്മാറിപ്പോയിടല്ലേ എന്നാ പറയുന്നത്. ലോകക്കാരുടെ വാക്ക് കേൾക്കല്ലേ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ പിന്മാറി പോകാനുള്ളവരല്ല. ഞാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞിരിക്കും, ഞാൻ 2014 വിശ്വാസത്തിൽ വന്ന് 2017 ദൈവം എന്നെ ഭയങ്കര ശക്തമായിട്ട് നമുക്ക് നിങ്ങൾ ആരും ആ ഒരു അവസ്ഥയിൽ എന്നെ കണ്ടിട്ട് അതുപോലെ തീയായിട്ട് ഒരു തീ നിന്ന് ഇങ്ങനെ അതുപോലെ എന്നെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. 2018 സാമ്പത്തികമായിട്ട് ഒരുപാട് അനുഗ്രഹിച്ചപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും ഞാൻ കുറച്ച് പിന്നിലേക്ക് പോയി എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ എനിക്ക് ആ പിന്നിലേക്ക് പോയത് കഴിയുമ്പോൾ 2019 ആകുമ്പോൾ വീണ്ടും എന്റെ കേപ്പ എല്ലാം ദൈവം ഇങ്ങനെ മാറ്റി 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 ഉണ്ടായിരുന്ന സാമ്പത്തികം എല്ലാം പോയി വീണ്ടും ഒതുക്കി ഇരുത്താൻ തുടങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് സാമ്പത്തികമായിട്ട് ദൈവത്തിന് എത്ര അനുഗ്രഹിക്കണം, ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കുന്നതാണ്. അന്ന് ദൈവത്തിനോട് കാര്യം പറഞ്ഞു, കർത്താവേ ആ ദൈവത്തിനറിയാം എന്റെ മനസ്സ്, ദൈവത്തിന് ഇന്നുള്ളത് എനിക്കറിയത്തുള്ളൂ. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക്, പക്ഷെ നാളെ ഞാൻ എന്താകുമെന്ന് എങ്ങനെയാണ് ദൈവത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞത് യോബ് പറഞ്ഞതുപോലെ, കർത്താവേ അപ്പൊ യോബ് പറഞ്ഞു ദരിദ്രനായിട്ട് വന്നിട്ട് അങ്ങനെ ശവിക്കാനും സമ്പന്നനായിട്ട് വന്നിട്ട് മറക്കാൻ ഇടയാകില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവത്തോട് കർത്താവേ ദൈവത്തിലുള്ള സ്നേഹത്തിന് അല്പമെങ്കിലും പുറകോട്ട് പോകുന്ന അവസ്ഥയിലാണെങ്കിൽ ആ നന്മ എനിക്ക് തരേണ്ട. ദൈവത്തിനറിയാം എന്റെ മനസ്സ്. ഞാൻ എത്രത്തോളം എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ദൈവത്തിന്റെ ഗുണം നിൽക്കുമെന്ന് ദൈവത്തെ ഉറപ്പുള്ള അത്രത്തോളം അനുഗ്രഹിച്ചാൽ മതി. ചിലർ പറയും നമുക്ക് ഉണ്ണാനും കൊടുക്കാനുള്ളത് അത് മതി എന്ന്. അങ്ങനെ നന്മ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. കാരണം നന്മ ലഭിക്കുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത്. അപ്പൊ കർത്താവിനോട് അങ്ങനെ പറയാനായിട്ട് നമുക്ക് ധൈര്യം വേണം. ദൈവമേ എനിക്ക് നിന്നെ ഏറ്റവും വലുത് നീയാണ്, നീ അല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊന്നിനും, എത്ര ലക്ഷാധിപതി കോടിപതി ആയെന്ന് പറഞ്ഞാലും മറ്റൊന്നിനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൈവത്തിന്റെ ഭാഗത്ത് ബൈബിൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ചിലപ്പോൾ അങ്ങനെ പുറകോട്ട് പോകുക അനുഗ്രഹങ്ങൾ എനിക്ക് തരരുതെന്ന് പറഞ്ഞിട്ട് കാരണം ദൈവത്തിന് അറിയാം ഞാൻ എത്രത്തോളം ഇവിടെ എല്ലാം ചില കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞ ബൈബിളിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെക്കാറ്. നമുക്ക് അവയുടെ എന്ന പേര് എഴുതിയിട്ട് അത് എഴുതി വെച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പം കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ചിന്ത ഉണ്ടാണ്, നമുക്ക് ഈ ലോകത്തുള്ള എന്ത് കിട്ടിയാലും കർത്താവുമായുള്ള ബന്ധം പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ ബെന്നിഹിന്റെ കാര്യം തന്നെ പറഞ്ഞു. ബെന്നിഹിന്റെ സാക്ഷ്യം തന്നെ ബെന്നിഹിൻ തന്നെ പറയുന്നുണ്ട്, ദൈവമായിട്ടുള്ള ബന്ധം പോയിട്ടുണ്ടായിരുന്നു. ശുശ്രൂഷയൊക്കെ വെളിപ്പെടുവായിരുന്നു, സ്റ്റേജിൽ നിൽക്കുമ്പോൾ വലിയ മിറക്കിൾസ് നടക്കും, രോഗസൗഖ്യം നടക്കും. പക്ഷേ ആ കണക്ഷൻ പോയിട്ട് കാലങ്ങളായിരുന്നു. കണക്ഷൻ പോയി കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കണക്ഷൻ പോയിട്ട് ഒരു നിമിഷം ഞാൻ പറയാം, നമ്മൾ പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കുമ്പം ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ, നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം ആഴത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ നമ്മൾ കരയണം, നമ്മൾ ദൈവത്തിനെ നിലവിളിക്കണം. എനിക്ക് ആ കണക്ഷൻ തിരിച്ച് വേണം. പരിശുദ്ധാത്മാവുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാൻ കഴിയണം. അതിനപ്പുറമായിട്ട് എന്തൊക്കെ മുൻപിൽ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞു, എത്ര മില്യൺസ് കിട്ടിയെന്ന് പറഞ്ഞാലും അത് ഇതിനോളം വില വരുത്തില്ല. എന്റെ ലൈഫ് അങ്ങനെ, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം പോയി കഴിഞ്ഞാൽ, എനിക്ക് ദൈവം എന്നോട് സംസാരിക്കാതിരുന്ന, കർത്താവിന്റെ ശബ്ദം കേൾക്കാതിരുന്നാലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ കരയുന്നത് അതിനു വേണ്ടിയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാരങ്ങളോ നമ്മുടെ പ്രയാസങ്ങളോ ഓർത്ത് കരയുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് എന്റെ സങ്കടം, എനിക്കിപ്പോഴും ഏത് കുരുരിട്ടൻ താഴ്വരക്കൂടെ കടന്നാലും ഒരു കുഴപ്പമില്ല, ദൈവശബ്ദം കേൾക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ദൈവശബ്ദത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, ദൈവം നമ്മളോട് സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന. അപ്പൊ ആ ഒരു ബന്ധം കാരണം
ലോകക്കാർ ലൗകികമായത് സംസാരിച്ച് ലൗകികമായത് കേൾക്കാൻ ഇഷ്ടം, പക്ഷെ നമ്മൾ ഒരിക്കലും ലൗകികമായത് സംസാരിക്കാൻ സാധാരണ സിസ്റ്റർ, എനിക്കത് എന്നോട് ഒരു ആലോചന, മിനി സിസ്റ്റർ നിങ്ങൾ വലിയ സംഭവമാണ്, കാരണം മിനി സിസ്റ്റർ ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് പറയുന്നത്, ആമേ ഹാല ചെറുതായിട്ട് നിങ്ങൾ ഇപ്പൊ ഇച്ചിരി പിന്മാറ്റാൻ, അല്ലെങ്കിൽ ഇച്ചിരി പ്രാർത്ഥന കുറഞ്ഞ് ഇച്ചിരി തിരിച്ചു വാന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ കുറഞ്ഞാൽ തിരിച്ചറിയുന്ന ഒരു ദൈവം, എന്റെ വചനധ്യാനം കുറഞ്ഞാലും തിരിച്ചറിയുന്ന ദൈവം, ആ ദൈവത്തെ എനിക്കിഷ്ടം. നാളെ ഞാൻ എന്താകുമെന്ന് പറയുന്നതിനെക്കാട്ടിക്കുള്ളൂ ഞാൻ ഇപ്പോൾ എന്താണ് എന്നും ആ അവസ്ഥയിൽ തിരിച്ചറിയുന്ന ദൈവത്തെ എനിക്കിഷ്ടം. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നോക്കി കാണുന്ന, അതിനെ തിരിച്ചറിയുന്ന ഒരു ദൈവം. ഹാലല്ലേ, ആ ദൈവമായിട്ടുള്ള ബന്ധം, ഹാലല്ലോ, ആ ദൈവം നമ്മളിരിക്കുമ്പോൾ, ലോകത്തുള്ളവരെക്കാൾ വലിയവർ എന്നിലിരിക്കുമ്പോൾ, എന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഒരു തലമുടി താഴെ വീണാൽ അത് തിരിച്ചറിയുന്ന ദൈവം. ഹാലല്ലേ, ദൈവത്തിന്റെ ബന്ധത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ഹാലല്ലേ, ഇവിടെ പറയുന്ന ലോകക്കാർ അവർ ലൗകികമായി സംസാരിക്കാൻ, ലൗകികമായത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവരത് സംസാരിച്ചു. പക്ഷെ നമ്മൾ ഇവിടെ യോഹന്നാൻ, ഞങ്ങൾ ദൈവത്തിലുള്ളവരാകും, ദൈവത്തെ അറിയുന്നവ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്ത ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പൊ നമ്മുടെ വാക്ക് ഒരാൾ കേട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ ദൈവത്തിൽ നിന്നല്ലാത്തത് കൊണ്ടാണ് കേൾക്കാഞ്ഞത്. ദൈവത്തിലുള്ളവർ മാത്രമേ നമ്മുടെ വാക്ക് കേൾക്കുന്നുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. അടുത്ത് പറയുന്നേ, ഞങ്ങളുടെ വാക്ക് സത്യത്തിന്റെ ആത്മാവെന്നും വഞ്ചന ആത്മാവെന്നും നമുക്ക് ഇതിനാൽ അറിയാം. നമ്മൾ അറിയണം ഈ ദിവസങ്ങളിൽ സത്യത്തിന്റെ ആത്മാവെന്നും വഞ്ചനയുടെ ആത്മാവ്, വഞ്ചനയുടെ ആത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് തിരിച്ചറിയണം, ഇത് സത്യത്തിന്റെ ആത്മാവാണോ വഞ്ചനയുടെ ആത്മാവാണോ. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഹാലയിലെ നമ്മൾ വളരെ വളരെ തെറ്റിപ്പോകും. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക്, പ്രത്യേകമായിട്ട് ഈ പറയാം പുതിയ വിശ്വാസികൾക്ക്, ഹാലയിലൂയ അമ്മ, അത് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവര് ബൈബിൾ എന്താന്ന്, വചനം എന്താന്ന് അറിയാതെ ഹാലയിലിയ മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഹാലയിലെ തെറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പം ലോകപരമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ പണ്ട് ഫാർമസിസ്റ്റ് ഓർമ്മയുണ്ടെന്ന്, നമ്മൾ പണ്ട് കൂടുന്നൊരു സൂം മീറ്റിംഗിൽ ഹാലയിലിയ ആമേൻ, എന്ത് കാര്യങ്ങളാണ്, കള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന വിഷയമെന്ന് പ്രാർത്ഥിക്കും പാസ്റ്റർ. ഹാലയിലിയ, എവിടെയെങ്കിലും ഒരു കപടത കാണിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന റിക്വസ്റ്റും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. മോനും അവിടെ ചെന്നപ്പോൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഗ്യാപ്പ് ഉണ്ടാകുന്നപ്പോൾ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ പാസ്റ്റർ അതും പ്രാർത്ഥിക്കും. തിരിച്ചറിവില്ലാതെ ഹാലേലിയ, സുബോധമില്ലാതെ ഹാലേലിയ, അങ്ങനെ വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാതെ തന്നെ അങ്ങനെ ജോലി കിട്ടുമെന്ന് പറയാനുള്ള ആംബിയൻസ് ആണ്. നമ്മൾ ഓരോ കാര്യത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ ഒരു കപടത്തെ ഒരു കള്ളത്തരം കാണിക്കാൻ സിസ്റ്റർ അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, താമസിസ്റ്റ് എന്ത് പറയും? ഈ വിഷയമല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ദൈവത്തിന് ഇത് ഇല്ലാതെ ജോലി തരാൻ കഴിയുന്നൊരു ദൈവത്തെ എനിക്കറിയാം. ഒരു ഇന്റർവ്യൂ നടക്കാതെ, ഒരു CV അയക്കാതെ ഹാലയിലിയ ഗവൺമെന്റ് ജോലി കൊടുത്തിട്ടുള്ള ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം UAE ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. ആലോചന ദൈവിക ആലോചന. അപ്പൊ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. നമ്മുടെയൊക്കെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടുള്ളത്. സാർമസിസ്റ്റ് എപ്പോഴും പറയാറുണ്ട്, അനീഷ മോളുടെ കാര്യം പറയാറുണ്ട്, ഫിസിക്സ് ബയോ അതിലൊക്കെ അത്ര വലിയ അങ്ങോട്ട്, പക്ഷെ MBBS പോകണമെന്ന് ഹാലയിലെ, അല്ലെങ്കിൽ മെഡിസിന് പോകണമെന്ന് ഹാലയിലെ ആഗ്രഹം ദിവസത്തിന് പ്രാർത്ഥന ദൈവം സാധിപ്പിച്ചു കൊടുക്കുക അല്ലേ. ഓരോ കുഞ്ഞുങ്ങളും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവിനോ ബുദ്ധിക്കോ പ്രാപ്തിക്കോ നമ്മുടെ ഹാലിലെ മനസ്സിലെ ആഗ്രഹത്തിനോ അനുസരിച്ചല്ല ദൈവം അവരെ ഡൈവേർട്ട് ചെയ്തത്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ച് ഓരോരുത്തരും യോഗ്യരാക്കുന്നത്. എത്രയോ ഹാലയിലെ കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് ഹാലയിലെ, എനിക്ക് ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരു സിസ്റ്റർ ഉണ്ട് ഹാലയിലെ, ആ സിസ്റ്ററിന് പറഞ്ഞ സാക്ഷി, അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഞ്ഞി പോലും കുടിക്കാനുള്ള കഴിവില്ലാതെ കിടന്ന് പക്ഷെ കുഞ്ഞുങ്ങൾ ഒരാൾ MBBS ഒരാൾ വലിയ ഉന്നതമായ എന്തോ ഒരു ഇതിലുമാണ് 2 കുഞ്ഞുങ്ങളെ ഹാലയിലെ ദൈവം കൊണ്ടുപോയത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചാണെങ്കിൽ അവർക്ക് വെറുതെ അവര് പറയും, പറമ്പിൽ നിൽക്കുന്ന മതിലിന്റെ സൈഡിലൊക്കെ നിൽക്കുന്ന കുറ്റിച്ചീരയാണ് പറിച്ച് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങി കൊച്ചിങ്ങൾക്ക് കൊടുക്കും കാരണം കഞ്ഞി പോലെ വെക്കാനായിട്ട് കഴിവില്ലാതിരുന്നിട്ടുള്ള ദിവസങ്ങളുണ്ട് ഹാലയിലെ. അങ്ങനെ ജീവിച്ചെടുത്തുന്ന കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് പറ്റിയെങ്കിൽ ഹാലയിലെ നമ്മുടെ സാമ്പത്തികം കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുമ്പോൾ ഹാലയിലെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ഉള്ളവരാണ് എന്നുള്ള ഉറപ്പ് വേണം. നമ്മൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല, എല്ലാവരും അത് കേൾക്കണ്ട, എല്ലാവരും അത് കേൾക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുകയും ചെയ്യരുത്.
ഞാൻ മെസ്സേജ് ഇവിടെ വന്നതിന് നാട്ടിൽ വന്നതിന് ശേഷം റെക്കോർഡിങ് ചെയ്യാതെ അപ്പോൾ സാറ്റർഡേ 1-2 മെസ്സേജ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ. പലരും ചോദിച്ചു എന്താ മെസ്സേജ്. അപ്പൊ ഞാൻ ഇവിടെ ആയതുകൊണ്ട് സാർ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ദൈവാത്മ ഇടപെട്ടത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇപ്പോൾ ഹാലിൽ മെസ്സേജ് റെക്കോർഡിങ്ങിലേക്ക് വന്നത് ഹാലെ. കാരണം ഇത് ഒത്തിരി പേരങ്ങ് കേൾക്കുന്നത് ഭയങ്കര വൈറലാകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട്. അപ്പൊ അവര് ഉദ്ദേശം മാത്രം ഞാൻ പറയുന്നത്, എനിക്ക് അതിനകത്ത് 50,000 പേര് 10,000 പേര് 1000 പേര് ഒന്നുമല്ല. എനിക്ക് ഒരാളുടെ ഹൃദയത്തിൽ നിന്നും തൊടാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന വചനം. ആ വചനത്തിന്റെ ആഴം ഹാലേലൂയ, അതിന്റെ സത്യാവസ്ഥ നിയാമി ഹാലേ ഒരാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കതുകൊണ്ട് സന്തോഷമാണ്. ഹാലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലൂയ നമ്മളോട് ദൈവത്തിന്റെ ആത്മ നമ്മളോട് വ്യക്തിപരമായി ഇടപെടുന്ന വചനങ്ങളാണ് നമ്മൾ ഹാലേലൂയ ഇവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് എന്റെ ഉള്ളിലേക്ക് തരുന്ന ഹാലേലൂയ ഒരു വെളിച്ചമാണ് നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ദൈവം പറഞ്ഞേക്കുന്ന ഇന്നത്തെ വചനത്തെ നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മൾ ദൈവത്തിലുള്ള വരെ നമ്മൾ ലോകത്തെ ജയിച്ചിരിക്കുന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വരെ. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് പലതിനെയും കാണാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ തോൽവിയായി പോകും. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കരുത് ദൈവത്തിന്റെ കണ്ണുകൊണ്ട്, ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന ഹാലേലൂയ. മഹത്വത്തിന്റെ പ്രത്യേക ക്രിസ്തു നമ്മളായിരിക്കുന്ന ഹാലേലൂയ. പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൽ ദൈവത്തിന് പ്രത്യക്ഷനായതെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ആക്കി വെച്ചിരിക്കുന്ന പിശാച്. എന്നാൽ നമ്മൾ പറഞ്ഞത് ദേശത്തിന്റെ മേൽ അധികാരം ദൈവം തന്നിട്ടുണ്ട്. വ്യക്തിപരമായ ദൈവം പറയാം നിന്റെ ദൈവമായ യഹോവയെ തന്നെ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് നിന്റെ ദേശത്ത് ഇനി ഗർഭം അലസുന്നവളും മച്ചിമുണ്ടാകത്തില്ല അപ്പം ഞാനൊരിടത്ത് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ പറയുന്ന പോലെ കേട്ട് അനുസരിച്ച് എന്റെ അപ്പത്തെയും വെള്ളത്തെ അനുഗ്രഹിക്കുന്നതോടൊപ്പം എന്റെ ദേശത്തിന്മേൽ ദൈവം ചിലത് ചെയ്യും. ദേശത്തിൽ കിടക്കുന്ന ചില ശാപങ്ങളെ മാറ്റുവാനായിട്ട്, ദേശത്തിൽ കിടക്കുന്ന ചില ഇരുട്ടിനെ മാറ്റുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവം നമുക്ക് പവർ തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ ഇരിക്കുന്ന രാത്രിയിലും കണ്ടാന്ന് നമ്മുടെ ഗേള് സിസ്റ്റർ ഇവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു പുതിയ കാര്യം കൊടുത്ത് പാസ്സാക്കി എടുത്തെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഫോട്ടോ അയച്ചേക്കുന്നു അത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് എന്താ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ശുപാർശയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി അപ്പൊ ഒരു രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് മതി. കാരണം നമ്മുടെ ഇപ്പം നമ്മുടെ അസംബ്ലി ആയിട്ടും പാർലമെന്റ് ആയിട്ടും 2 ഇലക്ഷൻ ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ അതെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് സെന്ററിൽ പിടിക്കുക. അത് കുറെ ദിവസം മുമ്പ് ഇതിന്റെ ഇത് വന്നപ്പോഴേ ആൻമോൾ എൻ്റെ അടുത്ത് സംബന്ധിച്ച് ഞാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അയാൾ അവിടെ ഇരുന്നിട്ടല്ലേ അയാൾ അവിടെ നിന്ന് താഴെ ഇറങ്ങുന്നില്ലാത്ത ഒരു സംശയം വേണ്ട. ഇപ്പം ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമേ അയാൾക്ക് കസേര ഇരിക്കാൻ പറ്റത്തുള്ളൂ. ജീവിതകാലം മുഴുവൻ അയാൾക്ക് അതിന്മേൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ദൈവം അനുവദിച്ചു കൊടുക്കുന്നത്. ഞാൻ പറയും, ഇപ്പൊ ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഹൃദയത്തിൽ വരുന്ന മൊത്തം മഹദിയാം ബാബിലോൺ ഞാൻ ഉണ്ടാക്കിയ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ കാട്ടിപ്പോയി പുല്ല് നെബൂഖദ്നേസർ എനിക്ക് ഓർമ്മ. ഹല്ലേലൂയ. നമ്മുടെ ആ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നെബൂഖദ്നേസർ എന്നൊക്കെ പറയുന്ന ഈ ഒരു രാജ്യത്തിന്റെ അല്ല അവര് ആരുടെയൊക്കെ ഭരണാധികാരിയാണ്. എസ്തേറിന്റെ പുസ്തകം വായിച്ചപ്പോൾ ഭൂഷ് മുതൽ ഹിന്ദു ദേശം വരെ എന്ന് പറഞ്ഞപ്പോ എത്ര രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രാജാക്കന്മാരായിരുന്നു അവരൊക്കെ. എത്രത്തോളം വലിയ പവർഫുൾ ആയിരുന്നു ഇന്നത്തെ ഇവരെ കാട്ടിയൊക്കെ ഇതിപ്പോ ജനാധിപത്യ രാജ്യം എന്നൊക്കെ. അതൊക്കെ എന്ന് വെച്ചാൽ സ്വേച്ഛാധിപത്യ അല്ല രാജാവിന്റെ ഭരണത്തിൽ കീഴിൽ. അപ്പൊ അവർ എത്രത്തോളം പവർഫുൾ ആയിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയുള്ള രാജാവിനെ പോലും കാട്ടിലിട്ട് പുല്ല് തെറ്റും കഴിയുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും കേട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്റെ ദൈവം സ്വർഗത്തിലിരിക്കുന്ന, ഞാൻ പറയും, ഇവിടെ ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും അവിടെ എന്ത് നടപ്പിലാകണം, എന്ത് എഴുതപ്പെടണം, എന്തുമേൽ സൈൻ വേണം, എന്തുമേൽ സീൽ വെക്കണം തീരുമാനിക്കുന്നു സ്വർഗത്തിൽ രാജാതിരാജൻ കർത്താതി കർത്തമൻ അവരുമായിട്ട് നമുക്കുള്ള ബന്ധം. നമ്മൾ അത് മറന്നു പോകരുത്. ഇവിടെ ലോകക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയും, എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു വിഷമില്ല. കാരണം വെച്ചാൽ ഞാൻ പറയും, ആരൊക്കെ എന്തൊക്കെ എഴുതി കൂട്ടി കൊണ്ടുവന്നാലും ലാസ്റ്റ് അതിന്മേൽ ഒരു സീൽ വീഴണം, ഒരു സൈൻ വീഴണമെന്ന് തീരുമാനിക്കുന്നതാണ് സ്വർഗത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവം തീരുമാനിക്കുന്ന കാര്യങ്ങളെ നടക്കത്തുള്ളൂ. അപ്പൊ ആ ദൈവത്തിന്റെ തീരുമാനമാണെങ്കിൽ നമ്മൾ തലകുത്തി മറിഞ്ഞാലും അത് മാറ്റാനും പറ്റത്തില്ല. അപ്പൊ കർത്താവിന്റെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് എന്റെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മൾ മാനുഷ്യമായ കണ്ണുകൊണ്ട് പലതിനെയും നോക്കിക്കാണാം. നമ്മൾ ഭയം വരുന്നത്, നമ്മളുടെ ഉള്ളിലേക്ക് ഭീതി വരുന്നത് നമ്മുടെ ഉള്ളിലേക്ക് അയ്യോ എന്നൊരു ചിന്ത വരുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഒന്നിനെയും കാണാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ലോകത്തിലുള്ളവരെ അവർ ജയിക്കുമെന്നല്ല, നമ്മൾ ജയിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് ഓൾറെഡി ജയം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ
ജയിക്കാൻ വേണ്ടി പോരാടണ്ട, ആ ജയത്തിൽ നടക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിക്കപ്പെടണം. അപ്പോഴാണ് നമുക്ക് ആ ജയം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഹാലെ, നമ്മൾ ജയിച്ചവരാണ്, ജയിച്ചവന്റെ മക്കളാണ്. ഹാലെ, അതുകൊണ്ട് നമ്മൾ തോൽവിയല്ല. ഹാലെ, ലോകക്കാർ എന്ത് പറയുമ്പോഴും ഹാലെ, നമ്മൾ പറയുന്നത് പലർക്കും മനസ്സിലാകുന്നില്ല. അതിനൊന്നും കേട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അവർ ലൗകികമായി സംസാരിക്കാൻ, ലൗകികമായത് കേൾക്കാനും, ലൗകികമായത് ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഹാലെ ലൗകികമായതിന് പിന്നാലെ അല്ല. ആമേൻ, ദൈവം എന്ത് പറയുന്നത്, ദൈവത്തിന്റെ ഹാലയിലെ ആമേ ആത്മാവ് എന്ത്, അതിന്റെ പിന്നാലെ നമുക്ക് പോകാം. ഹാലെ, നമ്മുടെ ആമേ കർത്താവിനെ കുറിച്ച് പറയും, പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാനത്ത് ദൈവത്തിന് പ്രത്യക്ഷനായതെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഹാലെ നമ്മൾ നിൽക്കുന്ന ഇടത്ത്, അക്കേസ് നമ്മൾ നിൽക്കുന്നിടത്ത് ഹാലയില് ആമേ ഹാലെ നിൽക്കുന്ന ദേശത്തിന്മേലൊക്കെ ദൈവം അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരത്തെ ഈ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കണം. തിരിച്ചറിഞ്ഞ് തന്നെ ഹാലെ എന്നെ ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ഹാലെ തിരിച്ചറിഞ്ഞ് തന്നെ ഹാലെ നമ്മൾ മുൻപോട്ട് പോകണം. ഹാലെ, ഈ വചനം ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ, സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.